ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ ഹൃദയ സ്പർശിയായ ഒരു അനുഭവമായിരുന്നു അത്. വത്തിക്കാനിലെ സാന്താ മാർത്ത ഭവനത്തിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള ആ ഒരു പ്രദക്ഷിണം, മാർപ്പാപ്പയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായിട്ടുള്ള, അതേസമയം ബസിലിക്കയിലെ മണികൾ അടിച്ചുകൊണ്ട് മൗനസാന്ദ്രമായിട്ടാണ് ജനം കടന്നു വന്നത്. നമ്മളുടെ കർദിനാൾമാരുടെയും മെത്രാന്മാരുടെയും നിരക്ക് പിന്നാലെ വത്തിക്കാനിൽ ജോലി ചെയ്തിരുന്നവരുടെ വലിയൊരു സമൂഹവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രദക്ഷിണമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പ്രവേശിക്കുകയും അവിടെ പരിശുദ്ധ കുർബാന ഇപ്പോൾ ലിത്തുനി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പരിശുദ്ധ കുർബാന ഉണ്ടാകും. 11 മണിയോടുകൂടെയാണ് പൊതുദർശനത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനായി ബസിലിക്ക തുറന്നു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ജനങ്ങളൊക്കെ മാർപ്പാപ്പയുടെ ആ ഒരു പ്രദക്ഷിണം കണ്ടതിന് ശേഷം ബസിലിക്കയിലേക്ക് പോകാനുള്ള വലിയ നിരയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള നീക്കത്തിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ബസിലിക്കയുടെ സ്ക്വയറിലൂടെ കടന്നുപോയത്. എല്ലാവരെയും ആശീർവദിച്ചും എല്ലാവർക്കും തൻ്റെ അനുഗ്രഹ ആശംസകൾ പകർന്നുകൊണ്ടും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കടന്നുപോയപ്പോൾ എങ്ങനെ ചിലർക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അതേസമയം ചിലർ കൈയടിച്ചാണ് മാർപ്പാപ്പയെ വരവേറ്റത്, ആ ഒരു പ്രദക്ഷിണത്തെ വരവേറ്റത്. കാരണം എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കണമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. തീർച്ചയായും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് മരണം എന്നത് ഒരു കാൽച്ചുവട് മാത്രമാണ് നിത്യജീവിതത്തിലേക്ക്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനിയില്ല. അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യം നമുക്ക് ഇനി കാണുവാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ അനുഗ്രഹാശംസകൾ തേടുവാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു ശൂന്യത, അത് തീർച്ചയായും നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത്രയും സുന്ദരമായ മാർപ്പാപ്പ കടന്നു പോകുമ്പോൾ മാർപ്പാപ്പയെ സ്നേഹത്തോടെ യാത്ര അയക്കുകയാണ് ജനം.